ദൈവമക്കളെ, ഒരു ഡിവൈൻ ഇൻഹെറിറ്റൻസിന്റെ റിലത്തിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവികമായ അവകാശത്തെ നിങ്ങൾ പ്രാപിക്കുന്ന ആ റിലം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുക. ദൈവമക്കളെ, 1 ശമൂവേൽ 10-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെയാ പറയുന്നത്: ശമൂവേൽ തൈലപാത്രത്തിലെ അഭിഷേക തൈലം എടുത്ത് ശൗലിന്റെ തലമേൽ ഒഴിച്ചിട്ട് പറയുക, യഹോവ തന്റെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇൻഹെറിറ്റൻസ് എന്ന പദത്തിന്റെ ഹെബ്രായ പദം നഖല എന്നുള്ള ഹെബ്രായ പദമാണ്. പൊസഷൻ എന്നാണ്, പ്രോപ്പർട്ടി എന്നാണ്, ഇൻഹെറിറ്റൻസ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ അവകാശമായ, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ, ദൈവത്തിന്റെ പൊസിഷനിലേക്ക് നിങ്ങളെ സ്വർഗം ഇന്ന് പ്രവേശിപ്പിച്ചിരിക്കുക. അവകാശത്തിന്റെ പ്രഭു എന്നാണ് പറയുന്നത്. ആ പ്രഭു എന്നുള്ളതിന്റെ ഹെബ്രായ പദം നാഗീഡ് എന്നുള്ള പദമാ. ആ പദത്തിന്റെ അർത്ഥം ലീഡർ എന്നാണ്, റൂളർ എന്നാണ്, ക്യാപ്റ്റൻ, പ്രിൻസ് എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. ദൈവമക്കളെ, ദൈവിക അവകാശത്തിന്റെ ഒരു ലീഡറായി, ഒരു റൂളറായി, ഒരു ക്യാപ്റ്റനായി യഹോവ ഇന്ന് നിങ്ങളെ അഭിഷേകം ചെയ്യുക. യഹോവയുടെ അവകാശത്തിന്റെ പ്രഭുവായിട്ടുള്ള ഒരു അനോയിന്റിങ് ഇന്ന് നിങ്ങളുടെ തലമേൽ വീഴാൻ പോകുക. അവകാശം എന്ന പദം ആദ്യം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിനോടാണ് പറയുന്നത്. അബ്രഹാമിനോട് പറഞ്ഞ അവകാശത്തെ കുറിച്ച് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29-ാമത്തെ വചനത്തിനകത്ത് പറയുക, ക്രിസ്തുവിലുള്ളവരാണോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ അവകാശികളുമാണെന്ന്. ലൂക്ക് ചാപ്റ്റർ 15-നകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പിതാവ് ഇത് പൂർണ്ണ മനസ്സോടെ തന്റെ മക്കൾക്ക് കൈമാറിയേ. പൂർണ്ണ മനസ്സോടെ പിതാവിന്റെ അവകാശം പ്രാപിക്കുന്ന ഒരു റിലം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുക. എത്ര പേർ അതിനെ സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്നവർ ആ റിലത്തിൽ അവകാശത്തെ പ്രാപിക്കാൻ പോകുക. May God bless you.